മറിയു കയറി കുതിരനെ ഓടിക്കാൻ വന്ന് കുതിരന് അതിന്റെ കാര്യത്തിൽ മറിയൂനൊരാഗ്രഹം ഹോഴ്സ് റൈഡിങ് പഠിക്കണം അല്ലേ? അപ്പൊ അതങ്ങോട്ട് തീർത്തെടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ അക്ഷയന്റെ അടുത്തേക്ക് ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ബ്ലാക്ക് കാവിയർ അല്ലേ? സേവിയർ അല്ല, കാവിയറാണ്. കാവിയർ ബ്ലാക്ക് സേവിയർ ആണോന്ന്. ഇതാ ഇവിടെയാണ് കേട്ടോ ഹോഴ്സൊക്കെ ഉള്ളത്. ഇതാ നോക്ക്, നിന്റെ ആശാനാണ് നിൽക്കുന്നത്. ആശാന എന്റെയും ആശാനായിരുന്നു അവന്. നമ്മുടെ പഴയ ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മുൻപ് ഹോഴ്സ് റൈഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അക്ഷയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണല്ലേ നമ്മള്. അതെ, ഓക്കെ അല്ലേ? എടാ ഇത് നല്ല ഇതുള്ള കുതിരല്ലേ? ആ എടാ ക്യൂട്ടായിട്ടുള്ള ഉണ്ടാ? ഇല്ല, അത്ര ക്യൂട്ട്നെസ് ഉള്ളു. പിന്നെ ഇടാന് നീ ഉണ്ടല്ലോ. നോക്കാം നമുക്ക്. ഈ സാഡിലൊക്കെ ഇടണ്ടേ ഈയാണ് കേട്ടോ മറിയോ. അതുകൊണ്ട് ഇടാത്ത അല്ലെങ്കിൽ നിനക്ക് അറിയായിരുന്നില്ലേ? ഓ, സുൽത്താന്റെ കൂടെയാണെന്ന് റൈഡ് ചെയ്യാൻ പോകുന്നത്. അതെ, സുൽത്താനത്തിനും നമുക്ക് കയറ്റി വിട്ടാലോ അത് വണ്ടിന്റെ മുകളില്. അപ്പൊ ഞാനും കുതിരയും കൂടി ഇതാ നമ്മള്. എനിക്ക് റൈഡ് ചെയ്യാനൊക്കെ അറിയാട്ടോ. മുമ്പ് ഞാൻ വന്നിട്ട് റൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? ഇല്ലടാ, ഇവന് റൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇല്ലടാ, ഇവന്റെ പേരാണ് സുൽത്താൻ. സുലു സുലു. ഓ ഏയ് നോ നോ, ഐ ആം ആണ്, നീയും ആണ് അല്ലേ മറിയൂ? അതെ, ഇത് മറിയൂ. നോക്ക്, ഇതിന്റെ വൈഫ്. ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് അറിയില്ലല്ലോ. ഇത് വൈഫ്. മേരെ വൈഫ്. ഓ, അതിനെ കയറ്റിയിരുത്തിട്ട് തള്ളിയിടരുത്. അതെ, നോക്ക് അതാ എന്താ നോക്കാൻ സേഫ്റ്റി. ഓക്കെ, അപ്പൊ വീഴുന്ന ഉറപ്പായി. ലെറ്റ്സ് ഗോ ഗൈസ്. മറിയനെ ഇവിടുന്ന് കയറ്റി വിടും ഇതിന്റെ മുകളില്. നല്ല ഫാസ്റ്റ് ആയിട്ട് പോയി ഇന്ന് കൂട്ടാതെ. ഞാൻ ഭയങ്കര ഫാറാ. ഇതാണ് എന്ത് ഹോഴ്സ് റൈഡ് ചെയ്യുന്ന പ്ലേസ്. യെസ്, കയറിക്കോ. വലത് കാല് വെച്ച് കയറി. ആ, വലത് കാല്. അതാ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യൊക്കെ ചെയ്യാ. ഇതാ സാധനം. പിന്നെ അതേപോലെ തന്നെ അത് ഇൻഡോറാണ്, ഇത് ഔട്ട്ഡോറും. അപ്പൊ ഐശ്വര്യമായി കയറി. ഏതാ വേണ്ട, ഇൻഡോറോ ഔട്ട്ഡോറോ? ബാക്കിൽ കയറിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ നിന്നാ നല്ല ചവിട്ടിട്ടു. ഓക്കെ, അവിടെ സൈഡിൽ കൂടെ വാ. വലത് കാല് വെച്ച് കയറിക്കോ. സേഫ്റ്റി സാറുകള് വേണ്ട, ഫോണുണ്ടോ? ആ, ഇങ്ങനെ തന്നെ. യെസ്, അതെ. ഇനി നോക്ക്, വെടിയുണ്ടകളെ വരെ നമുക്ക് തടുത്തു നിർത്താം. സുൽത്താനെ മോനെ, നമ്മളെ വൈഫാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ, മിഡ് ഫ്രണ്ട്. ബാക്കിൽ മാറിക്ക, സൈഡ് നോക്കാം. ചാടി കയറുന്നില്ല, ഇത് തന്നെ കയറ്റേണ്ടി വരും. ആ, വാ. ആ, കയറിക്കോ. മറിയു കയറി. മറിയു ഇങ്ങോട്ടൊക്കെ, ഇങ്ങോട്ട് ഓക്കല്ലേ? ഷൂ നാളത്തേക്ക് ഇടാം. ആ, ഇപ്പൊ നല്ല സീനുകൾ കാണാം ഗൈസ് നമുക്ക്. ആ, കാലുമലാണ് അതിന്റെ ഇതുള്ളത്, ഗീറുള്ളത്. ഗീർ കൊടുത്തേ. ആ, ടൂ പോന്ന് പറയണം. ആസു ആസു.
ഒന്ന് അറിയാതെങ്കിലും ഒന്ന് വീണ് തന്നാൽ എനിക്ക് അത് പ്രമോലിട്ടെടുക്കാൻ ഒരു സാധനമായിരുന്നു. ആക്ച്വലി നമ്മളില്ലേ വീട്ടിൽ നിന്ന് ആകുമ്പോൾ ഇവിടെ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് ലേറ്റായിട്ടാണ് എണീക്കല്. അപ്പോൾ അന്നത്തെ ഡേ മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് എന്തായാലും ജിമ്മിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് ഹോഴ്സ് റൈഡിങ് ആകുമ്പോൾ ബോഡിയും കുറച്ചുകൂടി നല്ലതാണ്. ജിമ്മിന് നമുക്ക് ചിലപ്പോൾ മടി തോന്നും. ഇതാകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിൽ നമ്മളിങ്ങനെ പോകുന്നോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൾക്ക് എന്തായാലും പഠിപ്പിക്കലും ആവും, ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയും ആവുമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോഴ്സ് റൈഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇവളെ പഠിപ്പിച്ചിട്ട് നമ്മൾ അടങ്ങുള്ളൂ. നോക്കാം, എന്തായാലും ചിലപ്പോൾ നല്ല സീനൊക്കെ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. അടുക്കാതെ ഇതെന്താണിത്? കുതിരനെ ഓടിക്കാൻ വന്ന് കുതിരന് അതിൻ്റെ കാര്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാ? പോം പോം. കുതിരൻ്റെ ഡ്രൈവിംഗ് പരിപാടിയാണ് പറഞ്ഞു കൊടുത്തത് കേട്ടോ. നാളെ മുതൽ സെറ്റ് ആയിക്കോളൂ, തുടങ്ങിക്കോളൂ, ഒന്ന് അനങ്ങാൻ തുടങ്ങിക്കോളൂ. അതെ, കുതിരക്ക് ഈ മധുരമൊക്കെ ഇഷ്ടാട്ടോ, കടലമുട്ടായി അതുപോലെ തന്നെ ഈ ക്യാരറ്റ് അത് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അത് കൊടുത്താൽ നൈസായിട്ട് കുതിരനെ വളയ്ക്കാൻ പറ്റും. നിങ്ങൾ കേട്ടില്ലേ കുതിരനെ വളയ്ക്കുക? നാളെ മുതൽ അല്ലേ മറിയൂ, നാളെ മുതൽ നമ്മൾ കുതിരനെ വളയ്ക്കൂലേ? അതുപോലെ തന്നെ ലേഡീസിന് ഏറ്റവും ബെറ്ററാണ് ഏതല്ലേ? എടാ നിയാസെന്നാ വിളിച്ചു പോണത് അല്ല അക്ഷയ്, നമ്മുടെ ഈ ഹോഴ്സ് റൈഡിങ് എന്തൊക്കെയാണ് അവർക്ക് ഗുണം? നല്ല ഒരു വർക്കൗട്ടാണ്, വലിയൊരു വർക്കൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ജിമ്മിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹെഡ് ടു ടോ വരെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കുള്ള വർക്കൗട്ടാണ് ഹോഴ്സ് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നല്ല വെയിറ്റ് ലോസിനൊക്കെ നല്ലതല്ലേ? മുകളിൽ മുതൽ താഴെ വരെ എല്ലാ പാർട്ടും വർക്ക് ചെയ്യുന്ന ഒരേ ഒരു സാധനമാണ് ഹോഴ്സ് റൈഡിങ്. ഈ കാണുന്ന കാര്യം മാത്രല്ല കേട്ടോ, ഇനി മറിയൂ, ഇനിയാണ് കാര്യങ്ങൾ. ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പൊസിഷൻ, അങ്ങനെ ഇരിക്കണം, എങ്ങനല്ലേ, എങ്ങനെ ഓടിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഇന്നിപ്പോൾ നീ ഇന്നെ വെയിറ്റും കൊണ്ട് ചുമക്കണമെന്ന് മാത്രമേ ഉള്ളത്. ഫസ്റ്റ് ഡേൻ്റെ ഒരു ട്രെയിനിങ് ആണിത്. നാളെ വേറെ, മറ്റന്നാൾ വേറെ, അതിന് പിറ്റേത് വേറെ വേറെ വേറെ. മറിയൂന് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കാനുള്ളത് ഓളിപ്പം മറന്നുപോയിട്ടോ. എയിമില്ല ഏത് കാർ ഓടിക്കുന്ന കാര്യത്തിൽ. പക്ഷേ അതിൻ്റെ മുന്നായിട്ട് മറിയൂ, നീ ഹോഴ്സിനെ റൈഡ് ചെയ്യൂ. എങ്ങനെയുണ്ട്? അത് മാസല്ലേ മറിയൂ? മാസല്ലേ? സിനിമയിൽ കാണണമായില്ലേ? അത് നീ കഷ്ടപ്പെടണം. അതെ, നോക്കാം നമുക്ക്. മറിയൂ വണ്ടി വളച്ചു. ബ്രേക്ക് ചെയ്തു. വിടരുത്, വൺസ് കുതിര തിരിയണ വരെയും വിടരുത്. അപ്പൊ ഇതാ ഇനി ഇവരൊക്കെ ഒരു പിള്ളേരുടെ ഒക്കെ ഒരു ആഗ്രഹം ഞാൻ കയറി ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും മറിയ ഇറങ്ങ്, ഞാൻ റൈഡ് ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ, ആള് പറയുമ്പോ കണ്ട കുതിര ഓടണ്ട. ഞാൻ പിന്നെന്താന്ന് പറഞ്ഞാല് ഇവിടെ ചളിയുണ്ട്, അത് മേത്ത് തെറിക്കുന്നു വിചാരിച്ചിട്ടാ. ഓ, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. എങ്ങോട്ടാ പോകുന്നേ? ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുൾ വിയർത്ത് എന്തൊക്കെയൊക്കെ ഒരു കിതപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അങ്ങനെ മേലനങ്ങിയിട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഇത് നല്ലൊരു എക്സസൈസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഓടിക്കോ. സുൽത്താന്റെ കൂടെ റൈഡ് ചെയ്യുന്ന പ്രോ റൈഡർ റോഷൻ. വീഡിയോയിലെ
മറ്റേ പാണ്ടിപ്പട ഫിലിമിലെ ദിലീപും ഇവനും ഹരിശ്രീ അശോകനും പോകുന്ന പോലെ ഉണ്ട്. ആശാൻ കയറിയിരിക്കുകയാണ് ഇപ്പോ അല്ലേ മറിയൂ? ഇതാ പോണ്. ഞാൻ പിന്നെ അറിയാഞ്ഞിട്ടൊന്നല്ല അല്ല മറിയൂ, അറിയാഞ്ഞിട്ടൊന്നല്ല, വേണ്ടാന്ന് വെച്ചിട്ടോ. കാര്യം ഞാൻ പിന്നെ കൊറേ ദിവസമായല്ലോ. അപ്പൊ ഈ റൂട്ട് ഇനി പഠിച്ചത് പ്രോ ആവുമ്പോഴാണോ? എന്റെ സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ആയിട്ടുള്ള ഇതാണ് അടുത്തേല്. കാല് കേറി കിടക്കുന്നു കേട്ടോ. അത് ഞാനും പറഞ്ഞിരുന്നു അല്ലേ അച്ഛനെ? നോക്കാം നമുക്ക്. ഈ ഫുഡ് വെച്ചുകൊടുക്കുന്ന ആരാന്ന് നോക്കിയേ, പുതിയ ന്യൂ സ്റ്റുഡന്റ്. ആ ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴേ നമ്മളോടുള്ള ഇഷ്ടം ഉണ്ടാവുള്ളൂ. കുതിരക്ക് അതാ അതാ ഉണ്ടാ. ഓ ഒരു പ്രത്യേക ഒച്ചതാക്കി നോക്കിയ ശീൽക്കാർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ശരി അതാ എങ്ങനുണ്ട് മനെ? ഇഷ്ടായടാ കുട്ടാ? ഇഷ്ടായോ? ആണോ? അപ്പൊ ഡേ 1 റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനലിൽ കമന്റ് ചെയ്യുക. ഇതിപ്പോ റീച്ച് കുറവാണ്, ഇപ്പൊ അധികം ആൾക്കാരൊന്നും വീഡിയോ കാണുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണല്ലേ, മറ്റുള്ള ആൾക്കാരിലേക്ക് ഇന്നാലേ എത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ പറഞ്ഞേക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ?